ഇന്നെൻ്റെ ചേച്ചിയുടെ മോളുടെ കല്യാണം കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ എത്തുന്ന ടൈം 12:30. ഞാൻ ചെന്നതും ചെക്കനും പെണ്ണും ഇറങ്ങായിരുന്നു. ഞങ്ങൾ പേരക്കുട്ടികളിലെ ഏറ്റവും ഇളയ സന്തതി ഞാനായതുകൊണ്ട് തന്നെ ചേച്ചിമാരുടെ മക്കളൊക്കെ എന്നോളം വളർന്നു കേട്ടോ. ചെന്ന വഴിക്ക് തന്നെ തലങ്ങും വിലങ്ങും ചീത്തകളുടെ പ്രതിഷേധമായിരുന്നു. ഇതെൻ്റെ കെട്ടിയവൻ്റെ വീട്ടിലെ കല്യാണമല്ല, നട്ടുച്ചയ്ക്ക് കയറി വരാനെന്നും പറഞ്ഞ് നൈസായൊരു ഡയലോഗ് അടിച്ച് ചീത്തവിളിന്ന് എസ്കേപ്പായി. എൻ്റെ മുതലാളിയും തൊഴിലാളിയും ഒക്കെ ഞാനായതുകൊണ്ട് തന്നെ ബിസിനസ് വിട്ടിട്ടുള്ള ഒരു കളിയില്ല മക്കളെ. ഓർഡറുകളൊക്കെ കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് എത്തിച്ചു കൊടുത്താട്ടോ ഞാൻ കല്യാണത്തിന് തലകാട്ടിയത്. ചേച്ചിമാരുടെ 2 എണ്ണത്തിന് എൻ്റെ കയ്യിൽ കിട്ടിയുള്ളൂ. അമ്മയടക്കം ബാക്കി എല്ലാവരും വീട്ടിൽ പോയിരുന്നു. റിസപ്ഷൻ വരുന്നത് വൈകിട്ടായതുകൊണ്ട് തന്നെ അതിനുള്ള ഒരുക്കത്തിന് പോയതാ. ഞാൻ റിസപ്ഷന് പോകണില്ല കേട്ടോ. എനിക്ക് വീട്ടിൽ നിന്ന് ഇച്ചിരി ലോങ്ങാണ്. ഉണ്ട് നേരം ഇരുട്ടിയാലും കുഴപ്പമില്ലായിരുന്നു. മക്കളെയും വെച്ച് രാത്രി പോക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ എൻ്റെ റിസപ്ഷൻ ഒഴിവാക്കി. ഇന്ന് 2 വർക്കാട്ടോ ഉണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് വർക്ക് ഞാൻ ഒരുപാട് സന്തോഷത്തോടെ ചെയ്ത ഒന്നായിരുന്നു. പ്രഗ്നൻസി ടൈമിൽ പലർക്കും പല ക്രാവിങ്സ് ആവും ഉണ്ടാവുക അല്ലേ. എൻ്റെ ക്രാവിങ്സ് മസാല ദോശയായിരുന്നു കേട്ടോ. ലേബർ റൂമിലേക്ക് കയറുന്നത് വരെ ആ പൂതി എനിക്കുണ്ടായിരുന്നു. ഇന്ന് അതുപോലെ ഒരു ഉപ്പിലിട്ട പൂതി മാറ്റാനുള്ള വർക്കായിരുന്നു. കസ്റ്റമർ പറഞ്ഞത് വൈഫിൻ്റെ ബർത്ത്ഡേ ആണ്, ഒരു ഗിഫ്റ്റ് സെറ്റ് ചെയ്യണം, ഓള് പ്രഗ്നൻറ്റ് കൂടിയാണ്, അപ്പോൾ അതിന് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ സെറ്റാക്കുമെന്നായിരുന്നു. ലൂബിക്ക വളരെ ഇഷ്ടമാണ് കേട്ടോ. അത് നിർബന്ധമായും വെക്കണമെന്ന ഡിമാൻഡ് മാത്രമേ കസ്റ്റമർ പറഞ്ഞുള്ളൂ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അതങ്ങോട്ട് കളറാക്കി കൊടുത്തു. ഇതൊക്കെ തപ്പിപ്പിടിക്കുക ഒരുപാട് ഇടങ്ങേറായി കേട്ടോ. ബോട്ടിൽസ്, ഉപ്പിലിട്ടത്, പഴയ മിഠായികൾ, ഇതൊക്കെ പല ഷോപ്പുകളിലായതുകൊണ്ട് തന്നെ പലയിടത്തും കയറി ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ നമുക്ക് വർക്കിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടാലോ.